നമസ്കാരം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണത്തിൽ 6 അംഗ സമിതിയെ നിയോഗിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുക. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ചോദ്യപേപ്പർ വിതരണത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മന്ത്രി. സ്വിഗ്ഗി തൊഴിലാളികളുടെ സമരം അവസാനിപ്പിച്ചു. മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഈ മാസം 23-ന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിക്കും. സ്വിഗ്ഗി മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുക്കും. സ്കൂൾ ബസിന് തീപിടിച്ചു. കൊല്ലം കണ്ണനല്ലൂരിലാണ് സ്കൂൾ ബസിന് തീപിടിച്ചത്. ആർക്കും പരിക്കില്ല. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ മൈക്ക് ഓഫാക്കി. ലോക്സഭയിൽ ശൂന്യവേളയിൽ പ്രിയങ്ക ഗാന്ധിയുടെ മൈക്ക് ഓഫാക്കി. കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 സീറ്റുകളിൽ CPM മത്സരിക്കും. കരവാൽ നഗർ, ബന്ദർപൂർ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കരവാൽ നഗറിൽ അശോക് അഗർവാളാണ് സ്ഥാനാർത്ഥി. ബന്ദർപൂരിൽ ജഗദീഷ് ചന്ദ് ശർമ്മയാണ് സ്ഥാനാർത്ഥി. കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കണ്ണൂർ ചാവശ്ശേരിയിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് നടപടി.